ഹേ മോംസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാ. ബാ. അതെ, ഇന്നത്തെ വീഡിയോ നമ്മൾ അമ്മമാർക്ക് വേണ്ടിയുള്ളതാ. പ്രത്യേകിച്ച് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക്. എല്ലാവരും പറയാറുണ്ട് എന്ത് കുഞ്ഞു ജനിച്ചാൽ ജീവിതം നിറയും എന്നൊക്കെ. പക്ഷെ ആരും അധികം പറയാത്തൊരു കാര്യമുണ്ട്. കുഞ്ഞ് ജനിച്ച ശേഷം ചിലപ്പോൾ നമ്മൾ തന്നെ നഷ്ടപ്പെടുന്നൊരു ഫീലിംഗ് വരുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സ്വന്തം പോസ്റ്റ്മോർട്ടം ജേർണിയെ കുറിച്ചാണ്. എനിക്ക് ഡെലിവറിക്ക് മുൻപായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത്. കുറച്ച് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത്. ഞാൻ ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും വളരെ ഡൗൺ ആയിരുന്നൊരു സിറ്റുവേഷൻ സമയം ഒക്കെ ഡെലിവറിക്ക് മുമ്പായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിൾ തന്നെ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഡെലിവറിക്ക് മുന്നേ അവരെ ഹസ്ബൻഡ് നല്ലോണം കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ലോണം അത്ര നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, വേണ്ട ഫുഡുകളൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒന്നും ആയിരുന്നില്ല. എന്നാൽ ഡെലിവറിക്ക് ശേഷമാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് എന്നെ ടേക്ക് കെയർ ചെയ്യാനും എന്നെ നോക്കാനും എൻ്റെ ഹസ്ബൻഡാണെങ്കിലും എല്ലാ തരത്തിലും എനിക്ക് യാതൊരു മാനസിക ബുദ്ധിമുട്ടോ മാനസിക വെല്ലുവിളികളോ ഞാൻ നേരിട്ടിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലുള്ളവരുണ്ടായിരുന്നു, കുഞ്ഞിനെ എടുത്ത് നോക്കാൻ അമ്മ, കസിൻസ്, ചേച്ചി എല്ലാവരും ഉണ്ടായിരുന്നു. എനിക്ക് ഉറങ്ങാനൊക്കെ ഇഷ്ടമായി സമയം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാവാം ആ സമയത്ത് ഞാൻ വല്ലാണ്ട് ഒറ്റപ്പെടൽ അത്ര ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ എല്ലാവർക്കും ആ ഭാഗ്യം കെട്ടണമെന്നില്ല. ബിക്കോസ് ചിലവർക്ക് ഡെലിവറിക്ക് മുന്നേ ആയിരിക്കാം, ചിലവർക്ക് ഡെലിവറിക്ക് ശേഷമായിരിക്കാം. ഇന്ന് ഒത്തിരി അമ്മമാർ ഒറ്റയ്ക്കാണ് കുഞ്ഞിനെ നോക്കുന്നതെന്ന് എനിക്കറിയാം. ഹസ്ബൻഡ് ജോലിക്ക് പോകും, വീട്ടിൽ വേറെ ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ കുഞ്ഞ് കരയും, അമ്മയ്ക്കും കരയണം തോന്നും, പക്ഷെ കരയാൻ പോലും സമയം കിട്ടില്ല. അതാണ് വാസ്തവം. കുഞ്ഞ് ഉറങ്ങിയെന്ന് വെച്ച് നമ്മൾ വലുതും കഴിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചു കഴിയുമ്പോഴേക്കും ചിലപ്പോൾ കുഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടാവും. കുഞ്ഞ് ഉറങ്ങുമ്പോൾ നമ്മൾ പറയും ഇനി ഞാനൊന്ന് കിടക്കട്ടെ. അപ്പോഴേക്കും ആരെങ്കിലും വരെ ഡോർ ബെല്ലടിക്കേ സംസാരിക്കാൻ വരെ അങ്ങനെ പോയി. അമ്മമാരുടെ ലൈഫിൽ ഈ ടൈമിങ് എന്നൊരു സാധനമേ ഉണ്ടാവാറില്ല. ചില ദിവസങ്ങളിൽ നമ്മൾ നല്ല അമ്മയല്ല എന്ന് പോലും നമുക്ക് തോന്നാറുണ്ട്. കുഞ്ഞ് എന്തിനാ ഇങ്ങനെ കരയുന്നത്, എന്തിനാ എനിക്ക് ദേഷ്യം വരുന്നത്, എന്തിനാ ഞാൻ ഇത്ര ക്ഷീണിക്കുന്നത്, ഇതൊന്നും നിന്നെ ഒരിക്കലും മോശം അമ്മയാക്കുന്നില്ല എന്നുള്ളത് ആദ്യം നീ തിരിച്ചറിയാം. നീ ഒരു മനുഷ്യനാണ് അല്ലേ, അതത്രേ ഉള്ളൂ. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. സോഷ്യൽ മീഡിയ തുറന്നാൽ എല്ലാ അമ്മമാരും ചിരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു വീട് ക്ലീൻ ചെയ്യുന്നു, കുഞ്ഞിനെ കുളിപ്പിക്കുന്നു, അമ്മ മേക്കപ്പ് ഇടുന്നു. അത് കാണുമ്പോൾ ചിലപ്പോൾ അമ്മക്ക് തോന്നും എനിക്ക് മാത്രമാണോ ഇങ്ങനെയെന്നൊക്കെ. അല്ല, നമ്മളിൽ പലരും ഇതൊക്കെ അനുഭവിക്കുന്നവരാണ്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ചിലവർ അത് ക്യാമറയ്ക്ക് പിന്നിൽ വെക്കും, അത്രേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും ആദ്യൊരു കാര്യം ഓർക്കണം, എല്ലാ ദിവസവും പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. പോട്ടെ, അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് വീട് വൃത്തിയായില്ലേ, സാരല്ല, കുട്ടികളുള്ള വീടല്ലേ, അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഇന്ന് ഭക്ഷണം സിമ്പിളായോ, പ്രശ്നമില്ല, അത് അത്ര മതി. പക്ഷേ നീ ഇന്ന് കുഞ്ഞിനൊപ്പം സുരക്ഷിതമായിട്ട് ഒരു ദിവസം കടന്നു പോയോ, അതന്നെ വലിയൊരു വിജയം. അതന്നെ നമുക്ക് ധാരാളം, അത് മതി. എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എൻ്റെ മോനിപ്പോൾ 1.5 വയസ്സായി, അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം. കുഞ്ഞ് ഉറങ്ങുമ്പോൾ കഴിയുമെങ്കിൽ നമ്മളൊന്ന് ഉറങ്ങാൻ നോക്കാം, ഒന്ന് കണ്ണടയ്ക്കാനെങ്കിൽ നോക്കാം, എന്നിട്ട് ചെയ്യാം ബാക്കി പണിയൊക്കെ. സഹായം ചോദിക്കാൻ മടിക്കുകയും വേണ്ട, സഹായം ചോദിക്കാനുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അങ്ങോട്ട് ചോദിക്കന്നെ. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് വിചാരിക്കണ്ട, അങ്ങോട്ട് ഷെയർ ചെയ്തിട്ട് അങ്ങോട്ട് ചെയ്യാം. കരയണമെന്ന് തോന്നിയാൽ ഉറക്കം അങ്ങോട്ട് കരയാം. അത് ഒരിക്കലും വീക്ക്നെസ് അല്ല, അത് നമ്മളെ കൂടുതൽ 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 സ്ട്രോങ് ആക്കുക മാത്രമേ ചെയ്യുള്ളൂ. അമ്മയാകുന്നത് വളരെ മനോഹരമായ ഒരു ജേർണി തന്നെയാണ്. അത് ഷുവറായിട്ടും അത് ഒരിക്കലും നമുക്കല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അത് എപ്പോഴും അത്ര എളുപ്പമാവണം എന്നില്ല. ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് ഞാൻ മാത്രമല്ലല്ലോ ഇങ്ങനെയെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് തോന്നിയാൽ അത് മതി. ഈ വീഡിയോയുടെ ഉദ്ദേശം അതുതന്നെയാണ്. സോ നിങ്ങൾക്കും നിങ്ങളുടെ എന്തെങ്കിലും അനുഭവങ്ങൾ ഇതുപോലെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതാം. സോ ഡിയർ മോംസ്, വി ആർ സ്ട്രോങ് വിമൺ.